श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय, ओम नमो भगवते वासुदेवाय। निगमकल्पतरोर्गलितं फलं शुगमुखात् अमृतद्रवसंयुतं पिबत भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवदीयुक्तमश्लोके भक्तिर्भवति नैष्टिकीम्। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। ഹരേ കൃഷ്ണ. എല്ലാ ഭക്തർക്കും സ്വാഗതം. ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം 1-ാമത്തെ അധ്യായം, പ്രിയവ്രത മഹാരാജാവിന്റെ കർമ്മങ്ങൾ. ശ്ലോകം 26 മുതൽ 30 വരെ വായിക്കാം. ഏതേഷാ കവിർമഹാവീരഃ സവനാ ഇതി ത്രയ ആസന്നൂർധ്വരേതസസ്തേ ആത്മവിദ്യായാം അർഭഭാവാദാരഭ്യ കൃതപരിചയാ പാരമഹംസ്യം ഏവാശ്രമം അഭജൻ. തസ്മിന്നുഹവാ ഉപശമശീലാ പരമർശയ സകല ജീവനികായാ വാസസ്യ ഭഗവതോ വാസുദേവസ്യ ഭീതാനാം ശരണഭൂതസ്യ ശ്രീമച്ചരണാരവിന്ദാവിരത സ്മരണാവിഗളിത പരമഭക്തിയോഗാനുഭാവേന പരിഭാവിതാന്തർ ഹൃദയാധിഗതേ ഭഗവതി സർവേഷാം ഭൂതാനാം ആത്മഭൂതേ പ്രത്യഗാത്മന്യേവാത്മനസ്താ ആത്മ്യാ അവിശേഷേണ സമീയുഃ. അന്യസ്യാമപി ജായായാം ത്രയ പുത്രാ ആസൻ ഉത്തമസ്താമസോരൈവത ഇതി മന്വന്തരാധിപതയഃ. ഏവം ഉപശമയനേഷു സുതനയേഷഥ ജഗതീർ അർബുദാന്യേക ഏകാദശ പരിവത്സരാ പുരുഷകാരസാരസംവൃതോർദണ്ഡ യുഗളാപീഡിതമൗർവീഗുണ സ്ഥനിത വിരമിത ധർമ്മ പ്രതിപക്ഷോ ബർഹിഷ്മത്യാശാനുദിനം ഏധമാന പ്രമോദ പ്രസരണായൗഷിണ്യ വ്രീഡാം പ്രമുഷിത ആസാവലോക രുചിരക്ഷേണ്യാദിഭി പരാഭൂയമാന വിവേകഃ ഇവാനവാ ബുദ്ധ്യമാന ഇവാ മഹാമനാ ബുഭുജേ. യാവത് അവഭാസ്യതി സുരഗിരിം അനുപരിക്രമാൻ ഭഗവാനാദിത്യ വസുധാതലം അർദ്ധേന ഏവ പ്രതപതി അർദ്ധേന അവച്ഛാദയതി തദാ ഹി ഭഗവതുപാസന ഉപചിതാദിപുരുഷ പ്രഭാവ തത് അനഭിനന്ദൻ സമജവേന രഥേന ജ്യോതിമയേന രജനീം അഭീതിനാ കരിഷ്യാമി ഇതി സപ്തകൃത് വസ്തരണീം അനുപര്യക്രമാത്
ദ്വിതീയ ഇവാ പതംഗഃ. വിവർത്തനം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം സ്കന്ധം 5 അധ്യായം 1 പ്രിയവ്രത മഹാരാജാവിന്റെ കർമ്മങ്ങൾ. ശ്ലോകം 26. ഏതേഷാം കവിർമഹാവീര സവന ഇതി ത്രയ ആസന്നൂർധ്വരേതസ സ്ത ആത്മവിദ്യായാം അർഭാവാം ഭാവാധാരഭ്യ കൃതപരിചയാ പരമഹംസ്യമേവാശ്രമമഭജൻ. വിവർത്തനം. ഈ 10 പേരിൽ കവി, മഹാവീരൻ, സവനൻ എന്നിവർ പരിപൂർണ ബ്രഹ്മചര്യത്തിൽ ജീവിച്ചു. ബാല്യം മുതലേ ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് പരിത്യാഗ ജീവിതത്തിൽ നിപുണരായ അവർ പരമഹംസപദം പ്രാപിച്ചു. ഹരേ കൃഷ്ണ. ശ്ലോകം 27. തസ്മിന്നുഹവാ ഉപശമശീലാ പരമർഷയ സകല ജീവനികായ വാസസ്യ ഭഗവതോ വാസുദേവസ്യ ഭീതാനാം ശരണഭൂതസ്യ ശ്രീമച്ചരണാരവിന്ദാമവിരത സ്മരണാവികളിത പരമഭക്തിയോഗാനുഭാവേന പരിഭാവിതാന്തർഹൃദയാധിഗതേ ഭഗവതി സർവേഷാം ഭൂതാനാം ആത്മഭൂതേ പ്രത്യഗാത്മന്യേ ആത്മനാ സ്യാഥാത്മ്യാം അവിശേഷേണ സമീയോ. വിവർത്തനം. അപ്രകാരം ജീവിതത്തിന്റെ ആരംഭം മുതലേ പരിത്യാഗ ക്രമത്തിൽ സ്ഥിതി ചെയ്ത അവർ മൂവരും തങ്ങളുടെ ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളെ സമ്പൂർണമായി നിയന്ത്രിച്ച് മഹാവിശുദ്ധരായി. അവർ എല്ലായ്പ്പോഴും അവരുടെ മനസ്സുകളെ സമഗ്ര ജീവസത്തകളുടെയും വിശ്രമസ്ഥാനവും ആയതിനാൽ വാസുദേവനെന്ന് പ്രസിദ്ധനുമായ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ പാദപങ്കജങ്ങളിൽ ഏകാഗ്രമാക്കി. അദ്ദേഹത്തിന്റെ പാദപങ്കജങ്ങളിൽ നിരന്തരം ധ്യാനിക്കുക മൂലം പ്രിയവ്രത മഹാരാജാവിന്റെ ഈ 3 പുത്രന്മാരും ഭക്തിയുത സേവനത്തിൽ ഉന്നതി നേടി. ഭക്തിയുത സേവനത്തിന്റെ ശക്തിയാൽ അവർക്ക് എല്ലാവരുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ പ്രത്യക്ഷത്തിൽ ദർശിക്കുവാനും യോഗ്യതാപരമായി അവരും അദ്ദേഹവും തമ്മിൽ ഒരു ഭിന്നതയുമില്ലെന്ന് ബോധ്യമാക്കാനും സാധിച്ചു. ഹരേ കൃഷ്ണ. ശ്ലോകം 28. അന്യസ്യാമഭിജായായാം ത്രയപുത്രാ ആസന്നുത്തമസ്താമസോ രൈവത ഇതി മന്വന്തരാധിപതയാ. വിവർത്തനം. പ്രിയവ്രത മഹാരാജാവ് അവന്റെ മറ്റേ പത്നിയിൽ ഉത്തമൻ, താമസൻ, രൈവതൻ എന്നിങ്ങനെ 3 പുത്രന്മാർക്ക് ജന്മം നൽകിയിരുന്നു. അവർ മൂവരും പിന്നീട് മന്വന്തര യുഗങ്ങളുടെ ചുമതല ഏറ്റെടുത്തു. ഹരേ കൃഷ്ണ. ശ്ലോകം 29. ഏവം ഉപശമായനേഷു സ്വതനയേഷ്വധ ജഗതി പതിർജഗതീമർബുദാനേകാദശ പരിവത്സരാണാമവ്യാഹതാഖില പുരുഷകാരസാര സംവൃതധോർദണ്ഡയുഗളാ പീഡിതമൗർവീ ഗുണസ്തനിത വിരമിത ധർമ്മ പ്രതിപക്ഷോ ബർഹിഷ്മത്യാശാനുദിന മേധമാന പ്രമോദ പ്രസരണയൗഷിണ്യ വ്രീഢാ പ്രമുഷിത ഹാസാവലോക രുചിര ക്ഷേള്യാധിപി പരാഭൂയമാന വിവേക ഇവാനവബുദ്ധ്യമാന ഇവ മഹാമനാഭുഭുജേ. വിവർത്തനം. കവിയും മഹാവീരനും സവനനും പരമഹംസ പദത്തിൽ പരിപൂർണത നേടിക്കഴിയുന്നതിനു ശേഷം പ്രിയവ്രത മഹാരാജാവ് 11 അർബുദ വർഷം ലോകം ഭരിച്ചു. എപ്പോൾ അവൻ തന്റെ ശക്തങ്ങളായ കരങ്ങളാൽ അമ്പെടുത്തു വില്ലിൽ തൊടുക്കുവാൻ തീരുമാനിക്കുന്നുവോ ആ നിമിഷം അവൻ ലോകത്തിന്റെ ഭരണത്തിൽ പ്രകടിപ്പിച്ചിരുന്ന അദ്വിതീയങ്ങളായ സാഹസികതകളെ ഭയപ്പെട്ടിരുന്നു. ധാർമ്മിക ജീവിതത്തിന്റെ ക്രമീകൃത തത്വങ്ങളുടെ സർവവിഘാതങ്ങളും ഓടിയൊളിക്കുമായിരുന്നു. അവൻ അവന്റെ പത്നി ബർഹിഷ്മതിയെ വളരെയധികം സ്നേഹിച്ചിരുന്നു. ദിവസങ്ങൾ കടന്നു പോകുന്തോറും അവരുടെ ദാമ്പത്യ ബന്ധത്തിന്റെ മാധുര്യമുള്ള കൊടുക്കൽ വാങ്ങലുകളും വർദ്ധിച്ചു.
ബർഹിഷ്മതി രാജ്ഞി അവളുടെ ഇരിപ്പ്, എഴുന്നേൽപ്പ്, നടത്തം, തൂമന്ദഹാസം, തുറന്നുള്ള ചിരിയും കടക്കൺ കടാക്ഷം, വശ്യമായ ചലനങ്ങൾ തുടങ്ങിയ സ്ത്രൈണഭാവങ്ങളാൽ അദ്ദേഹത്തിന്റെ ശക്തി വർദ്ധിപ്പിച്ചു. അങ്ങനെ ഒരു മഹാത്മാവായിരുന്നിട്ടും അവൻ തന്റെ പത്നിയുടെ സ്ത്രൈണ സ്വഭാവങ്ങളിൽ സ്വയം നഷ്ടപ്പെടുന്നതായി കാണപ്പെട്ടു. അവൻ അവളോട് വെറും ഒരു സാധാരണ മനുഷ്യനെ പോലെ പെരുമാറി. എങ്കിലും യഥാർത്ഥത്തിൽ അവനൊരു മഹാത്മാവ് തന്നെയായിരുന്നു. ഹരേ കൃഷ്ണ. ശ്ലോകം 30. യാവത് അവഭാസയതി സുരഗിരിമനുപരിക്രാമൻ ഭഗവാനാദിത്യോ വസുധാതലമർത്തേനൈവ പ്രഥപത്യർത്ഥേനാവച്ഛാദയതി തഥാ ഹി ഭഗവാദുപാസനോപചിതാധിപുരുഷ പ്രഭാവസ്തദനഭിനന്ദൻ സമജവേന രഥേന ജ്യോതിർമയേന കരിഷ്യാമീതി സപ്തകൃത്വാ സ്തരണിമനുപരിക്രാമ ദ്വിതീയ ഇവ പതംഗ. വിവർത്തനം. അതിശ്രേഷ്ഠമായി ലോകം ഭരിക്കുന്നതിനിടയിൽ പ്രിയവ്രത രാജാവ് ഒരിക്കൽ ശക്തനായ സൂര്യദേവന്റെ പ്രദർശനത്തിൽ അസംതൃപ്തനായി. സൂര്യദേവൻ അവന്റെ രഥത്തിൽ സുമേരു പർവ്വതത്തെ പ്രദർശനം ചെയ്യുമ്പോൾ ചുറ്റിലുമുള്ള ഗ്രഹങ്ങളെല്ലാം പ്രകാശപൂർണമായി. എങ്ങനെ തന്നെയായാലും സൂര്യൻ പർവ്വതത്തിന്റെ ഉത്തരദിശയിലായപ്പോൾ ദക്ഷിണഭാഗത്ത് പ്രകാശത്തിന്റെ ലഭ്യത കുറഞ്ഞു. അതുപോലെ സൂര്യൻ പർവ്വതത്തിന്റെ ദക്ഷിണഭാഗത്തായിരുന്നപ്പോൾ ഉത്തരഭാഗത്തും പ്രകാശം കുറഞ്ഞു. പ്രിയവ്രത രാജാവിന് ഇത് ഇഷ്ടപ്പെട്ടില്ല. ലോകത്തിന്റെ രാത്രിയായിരിക്കുന്ന ഭാഗവും പകൽ പോലെ പ്രകാശമാനമാക്കാൻ തീരുമാനിച്ച അവൻ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശമുള്ള ഒരു രഥത്തിൽ സൂര്യന്റെ ഭ്രമണപഥം പിന്തുടർന്ന് തന്റെ ആഗ്രഹം സഫലമാക്കി. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ ഉപാസിച്ച് സ്വായത്തമാക്കിയിരുന്ന ശക്തിയാൽ അവന് അത്തരം അത്ഭുത പ്രവൃത്തികൾ നടത്താൻ കഴിയുമായിരുന്നു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു സിന്ധു മാതാജി. ഹരേ കൃഷ്ണ. വളരെ നന്നായിട്ട് വായിച്ചു. നമ്മൾക്ക് ഇവിടെ ശുകദേവ് ബ്രഹ്മർഷി പ്രിയവ്രത മഹാരാജാവിന്റെ വംശത്തെ കുറിച്ചാണ് പറയുന്നത്. പ്രിയവ്രതൻ സ്വയംഭോ മനുവിന്റെ രണ്ടാമത്തെ പുത്രനാണ്. ആദ്യത്തെ പുത്രനും പ്രിയവ്രതൻ തന്നെയാണ്. പക്ഷെ ആദ്യം പ്രിയവ്രതന്റെ ചരിത്രമായിരുന്നില്ല മൈത്രേയ മഹർഷി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആദ്യം ഉത്ഥാനപാദന്റെ ചരിത്രം പറഞ്ഞു. കാരണം ധ്രുവ മഹാരാജാവിനെ കുറിച്ച് ആദ്യം പറയാൻ മൈത്രേയ മഹർഷിക്ക് വലിയ താല്പര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് രണ്ടാമത്തെ പുത്രനായിട്ടുള്ള ഉത്ഥാനപാദനെ കുറിച്ചായിരുന്നു ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം പ്രജേതസ്സുകൾ വരെയുള്ള ചരിത്രം, അവരുടെ വംശത്തെ കുറിച്ച്, ധ്രുവ മഹാരാജാവിന്റെ വംശം, അതേപോലെ അങ്കൻ, പൃഥു മഹാരാജാവ്, പ്രാചീന പരീക്ഷത്ത്, അവസാനം പ്രജേതസ്സുകൾ എത്തി. അവരുടെ പുത്രൻ ദക്ഷൻ രണ്ടാമത് ജനിച്ചതായിട്ടും പറഞ്ഞവിടെ നിർത്തി. അതിനുശേഷം അതോടുകൂടി വിതുര മൈത്രേയ സംവാദം അവസാനിച്ചു. വിതുരൻ ഹസ്തിനപുരിയിലേക്ക് തിരിച്ചുപോയി. ഇപ്പോൾ ശുകദേവ് ബ്രഹ്മർഷി നേരിട്ട് പരീക്ഷിത് മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ് നമ്മൾ വായിക്കുന്നത്. ശുകദേവ് ബ്രഹ്മർഷി പറഞ്ഞു, ഇനി ഞാൻ സ്വയംഭോ മനുവിന്റെ മൂത്തപുത്രനായിട്ടുള്ള പ്രിയവ്രതനെ കുറിച്ച് പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രിയവ്രതന്റെ വംശത്തെ കുറിച്ചാണ് പറയുന്നത്. പ്രിയവ്രതൻ ആദ്യം വിവാഹം ചെയ്യുന്നതിനും ലോകഭരണം ഏറ്റെടുക്കുന്നതിനും തയ്യാറായിരുന്നില്ല. സ്വയംഭോ മനു അഭ്യർത്ഥിച്ചിട്ടും അദ്ദേഹം ചെവിക്കൊണ്ടില്ല. ആ സമയത്ത് പ്രപഞ്ചത്തിന്റെ അധിപനായിട്ടുള്ള ബ്രഹ്മാവ് തന്നെ ഇറങ്ങി വന്ന് പ്രിയവ്രതനോട് അപേക്ഷിച്ചു, നീയാണ് ലോകഭരണം ഏറ്റെടുക്കേണ്ടത്. അത് ഭഗവാന്റെ നിശ്ചയമാണ്. ഭഗവാന്റെ നിശ്ചയം അനുസരിച്ചാണ് ഞങ്ങൾ എല്ലാവരും, ബ്രഹ്മാവായിട്ടുള്ള ഞാനും നിന്റെ പിതാവായിട്ടുള്ള സ്വയംഭോ മനുവും മഹാദേവനും ഈ നാരദ മഹർഷിയും എല്ലാവരും പ്രവർത്തിക്കുന്നത് ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ചാണ്. ആരും സ്വന്തം ഇഷ്ടപ്രകാരമല്ല പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് എന്റെ പുത്രനായിട്ടുള്ള നീയും, സ്വയംഭോ മനുവിന്റെ പുത്രനായിട്ടുള്ള നീയും
ഭഗവാന്റെ നിർദ്ദേശം അനുസരിച്ച് ഈ ലോകത്തിന്റെ ഭരണം ഏറ്റെടുക്കണം. സ്വയംഭവം അനന്തരം അവസാനിക്കാറായി, സ്വയംഭവമനുവിന് വിരമിക്കണം. അതുകൊണ്ട് നീ ലോകത്തിന്റെ ഭരണം ഏറ്റെടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ബ്രഹ്മാവ് പറഞ്ഞതുകൊണ്ട് മാത്രം താല്പര്യമില്ലാതിരുന്നിട്ട് പോലും ഒരു കടമ എന്നുള്ള നിലയിൽ ലോകത്തിന്റെ ഭരണം ഏറ്റെടുത്തു. അദ്ദേഹം ബർഹിഷ്മതിയെ വിവാഹം ചെയ്തു. ആ വിവാഹം ചെയ്തതിൽ 10 പുത്രന്മാരുണ്ടായിരുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. 10 പുത്രന്മാരും ഒരു പുത്രിയുടെ പേരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഗ്നീന്ദ്രൻ, യുഗ്മജിഹ്നൻ, യജ്ഞബാഹു, മഹാവീരൻ, ഹിരണ്യരേതസ്, ഘൃതപൃഷ്ടൻ, സവനൻ, മേധാതിഥി, വീതിഹോത്രൻ, കവി. ഇങ്ങനെ 10 പുത്രന്മാരുടെ പേരുകൾ കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചു. ഊർജസ്വതി എന്ന് പറഞ്ഞിട്ടുള്ള പുത്രി പ്രിയവ്രത രാജാവിനുണ്ടായിരുന്നു. അങ്ങനെ ആകെ 11 മക്കളുടെ പേരുകൾ കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചു. അതിൽ ആ 10 പുത്രന്മാരും എന്താണ് ചെയ്തത്, അവർ പിന്നീട് എന്താണ് ചെയ്തത് എന്നാണ് ഇവിടെ ശുകദേവ് ബ്രഹ്മർഷി വിശദീകരിക്കുന്നത്. അതിൽ ആദ്യം 3 പുത്രന്മാരുടെ പേരാണ് 26ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. കവി, മഹാവീരൻ, സവനൻ. ഈ 3 പുത്രന്മാരും പരമഹംസന്മാരായിട്ട് മാറി എന്നാണ് പറയുന്നത്. അവർ ചെറുപ്പം മുതലേ ബ്രഹ്മചര്യം പരിപാലിച്ചു. അവർ ഊർധ്വരേതസ്സുകളായിട്ട് മാറി എന്ന് പറയും. പരിപൂർണ ബ്രഹ്മചര്യം പാലിച്ച് ശുക്ലം തലച്ചോറിലേക്ക് എത്തിച്ച് ബുദ്ധി വർദ്ധിപ്പിച്ച് ബുദ്ധിയും മനസ്സിനെയും ഒരുമിച്ച് നിർത്തി ഭഗവാനെ കുറിച്ച് നിരന്തരം സ്മരിക്കുന്ന വ്യക്തികളെയാണ് ഊർധ്വരേതസ്സുകൾ എന്ന് പറയുന്നത്. അങ്ങനെ അവര് കഠിനമായിട്ടുള്ള ബ്രഹ്മചര്യത്തിൽ ഊർധ്വരേതസ്സുകളായിട്ട് മാറി. പിന്നീട് അവര് പരമഹംസപദം പ്രാപിച്ചു. പരമഹംസം എന്ന് പറയുന്നത് സന്യാസത്തിലെ 4ാമത്തെ ഘട്ടമാണ് എന്ന് ശ്രീല പ്രഭുപാദർ വിശദീകരിക്കുന്നത്. എല്ലാ സന്യാസിമാരും ഒരേ നിലവാരത്തിലുള്ളവരല്ല. 4 തരത്തിലുള്ള സന്യാസ ആശ്രമത്തിനെ കുറിച്ച് ശ്രീല പ്രഭുപാദർ വിശദീകരിക്കുന്നുണ്ട്. അല്ലെ, കുടീചക, ബഹൂതക, പരിവ്രാജകാചാര്യ, പരമഹംസ. ഇങ്ങനെയാണ് 4 സന്യാസ ആശ്രമങ്ങൾ. കുടീചക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സന്യാസിക്ക് സന്യാസത്തിന്റെ ആദ്യഘട്ടമാണ്. അദ്ദേഹത്തിന്റെ ഗ്രാമത്തിൽ തന്നെ താമസിക്കാം, ഒരു കുടില് കെട്ടി താമസിക്കാം, ഭക്ഷണമൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടു കൊടുക്കും. അദ്ദേഹം അവിടെ ഇരുന്ന് ഭഗവാനെ കുറിച്ച് പഠിക്കുക, അങ്ങനെയുള്ള നാമജപം ചെയ്യുക, ഭജനയൊക്കെ ചെയ്യുക, അങ്ങനെ ചെയ്യുകയാണ് കുടീചകം. ബഹൂതക എന്ന അടുത്ത സ്റ്റേജാണ്. ആ അടുത്ത സ്റ്റേജിൽ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊടുക്കുന്നതൊക്കെ നിർത്തും. ഇദ്ദേഹം ഭിക്ഷയാചിച്ച് അന്നം ശേഖരിക്കണം. വീട് തോറും സഞ്ചരിച്ച് ഭിക്ഷാന്തേഹിയായിട്ട് ആ ഗ്രാമത്തിൽ തന്നെ നടക്കും. ചിലപ്പോൾ അടുത്ത ഗ്രാമത്തിലേക്കൊക്കെ പോകാം. ഈ സമയം കൊണ്ട് അദ്ദേഹം ഭഗവാനെ കുറിച്ച് ഉള്ള ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചിരിക്കും. അതിനുശേഷം അടുത്ത ഘട്ടത്തിൽ അദ്ദേഹം പരിവ്രാജകാചാര്യനായിട്ട് മാറി. പരിവ്രാജകാചാര്യനാകുന്നത് ഭഗവാനെ കുറിച്ച് പ്രചരിപ്പിക്കാൻ വേണ്ടി നാട് മുഴുവൻ സഞ്ചരിക്കുമ്പോഴാണ്. ഭഗവാനെ കുറിച്ച് നാട് മുഴുവൻ സഞ്ചരിച്ച് നടക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. എവിടെയും സ്ഥിരമായിട്ട് താമസിക്കുന്നില്ല. അങ്ങനെയുള്ള വ്യക്തികളാണ്, അങ്ങനെയുള്ള സന്യാസി ഘട്ടമാണ് പരിവ്രാജകാചാര്യൻ എന്ന് പറയും. ഇനി ഏറ്റവും ഉയർന്ന തലമാണ് പരമഹംസൻ എന്ന് പറയും. ആ ഭഗവാനെ കുറിച്ച് പ്രചരിപ്പിക്കുന്നതും നിർത്തി പൂർണ്ണമായിട്ടും അവസാന ഘട്ടത്തിൽ ഒരു സ്ഥലത്ത് തന്നെ ഇരുന്ന് ഭഗവാനെ ധ്യാനിച്ച് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകുന്ന അവസാന ഘട്ടമാണ് പരമഹംസ ഘട്ടം എന്ന് പറയും. അപ്പോൾ പ്രിയവ്രതന്റെ ഈ 3 പുത്രന്മാരും, കവിയും മഹാവീരനും സവനനും 3 പേരും പരമഹംസ പദം പ്രാപിച്ചു എന്നാണ് പറയുന്നത്. ചെറുപ്പത്തിലെ അവര് ബ്രഹ്മചര്യം പരിശീലിച്ചു, ഊർധ്വരേതസ്സുകളായി. പിന്നീട് അവര് പരമഹംസ യോഗികളായിട്ട്, പരമഹംസന്മാരായിട്ട് മാറി എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് അവർ പരമഹംസന്മാരായിട്ട് മാറിയത് എന്ന് അടുത്ത ശ്ലോകത്തിൽ 27ാമത്തെ ശ്ലോകത്തിൽ വിശദീകരിക്കുന്നുണ്ട്. അവർ പൂർണ്ണമായിട്ടും ഭഗവാനെ ആശ്രയിച്ചത് കൊണ്ടാണ് പരമഹംസന്മാരായിട്ട് മാറിയതെന്ന് പറയുന്നത്. ഭഗവത വാസുദേവസ്യ ശ്രീമദ് ചരണാരവിന്ദ. ആ ഭഗവാൻ വാസുദേവന്റെ ശരണങ്ങളെ ശരണം പ്രാപിച്ചുകൊണ്ടാണ് അവർ പരമഹംസ തലത്തിലേക്ക് എത്തിയത്. അല്ലാതെ വേറെ എന്തെങ്കിലും പ്രാണായാമം ധ്യാനമൊന്നും ചെയ്തിട്ടില്ല. ഭഗവാൻ വാസുദേവനെ അവർ ആരാധിച്ചു. അപ്പോൾ ഇത് ഏത് കാലഘട്ടത്തിലാണ് നടക്കുന്നത്? അല്ലെ, ഏത് സമയത്താണ് നടക്കുന്നത്? ഭഗവാൻ അവതരിച്ചതിന് ശേഷമല്ല. ഭഗവാൻ ഈ കഴിഞ്ഞ ദ്വാപരയുഗത്തിലാണ് അവതരിച്ചത്. പക്ഷെ
ഭഗവാൻ വാസുദേവനെ കുറിച്ച് അവർക്ക് ഗുരുപരമ്പരയിലൂടെ ബ്രഹ്മാവിലൂടെ അറിയാൻ സാധിച്ചിരുന്നു. ആ കാലഘട്ടത്തിൽ തന്നെ ഭഗവാൻ വാസുദേവന്റെ ആരാധന ഉണ്ടായിരുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെ, ഇത് ഏത് സമയത്താണ് നടക്കുന്നത്? പ്രിയവ്രത മഹാരാജാവിന്റെ ചരിത്രം സ്വയംഭുവ മനുവിന്റെ കാലഘട്ടത്തിൽ. യെസ്, സ്വയംഭുവ മനുവിന്റെ കാലഘട്ടത്തിലാണ്. അല്ലെ, സ്വയംഭുവ മനുവാണ് പ്രിയവ്രതനോട് പറയുന്നത് നീ രാജ്യം ഭരിക്കണം എന്ന് പറയുന്നത്. അപ്പൊ സ്വയംഭുവ മനുവിന്റെ മന്നന്തരം അവസാനിക്കുന്ന സമയത്ത്, അവസാന കാലഘട്ടത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ചിലപ്പോൾ അടുത്ത മന്നന്തരം ആരംഭിച്ചിട്ടുണ്ടാകും. അപ്പോൾ ആദ്യത്തെ മന്നന്തരത്തിൽ തന്നെ ഭഗവാനെ കുറിച്ചുള്ള ഭഗവാനെ കുറിച്ച് അറിയാം, ഭഗവാനെ അവരെ ആരാധിക്കുന്നുമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ കവിയും സവനനും മഹാവീരനും പരമഹംസന്മാരായി പോയി എന്നാണ് പറയുന്നത്. ഇനി ബാക്കി 7 പേരാണ് ഉള്ളത്. അവരുടെ ചരിത്രം പിന്നീട് പറയുന്നുണ്ട്. 28ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് പ്രിയവ്രതന്റെ മറ്റൊരു ഭാര്യയിലുണ്ടായിരുന്ന 3 മക്കളെ കുറിച്ചാണ്. അദ്ദേഹത്തിന് ധാരാളം പത്നിമാരുണ്ടായിരുന്നിരിക്കണം. അതിൽ മറ്റൊരു പത്നിയിൽ അദ്ദേഹത്തിന് 3 പുത്രന്മാരുണ്ടായിരുന്നു. അവർക്ക് പ്രത്യേകതയുണ്ട്, അതാണ് എടുത്തു പറയുന്നത്. പ്രിയവ്രത മഹാരാജാവ് അവന്റെ മറ്റേ പത്നിയിൽ ഉത്തമൻ, താമസൻ, രൈവതൻ എന്നിങ്ങനെ 3 പുത്രന്മാർക്ക് ജന്മം നൽകി. അവരുടെ പ്രത്യേകത എന്താണ്? അവർ മൂവരും പിന്നീട് മന്വന്തര യുഗങ്ങളുടെ ചുമതല ഏറ്റെടുത്തു. ഇവർ 3 പേരും പിന്നീട് മനുക്കളായിട്ട് മാറി. അപ്പൊ പ്രിയവ്രതൻ മനുവായിട്ട് ഭരിച്ചിരുന്നില്ല. അദ്ദേഹം ലോകത്തിന്റെ ചക്രവർത്തിയായിട്ടാണ് ഭരിച്ചത്. സ്വയംഭുവ മനുവായിരുന്നത്. അദ്ദേഹത്തിന്റെ 2 പുത്രന്മാരും മനുവായിരുന്നില്ല. ഉത്താനപാദനും മനുവായിരുന്നില്ല. അതേപോലെ പ്രിയവ്രതനും മനുവായിട്ട് ഭരിച്ചിട്ടില്ല. ലോക ചക്രവർത്തിമാരായിട്ടാണ്, ഭൂമണ്ഡലത്തിനെ മുഴുവൻ നിയന്ത്രിക്കുന്ന ചക്രവർത്തിമാരായിട്ടാണ് അവര് ലോകം ഭരിച്ചത്. പക്ഷേ പ്രിയവ്രതന്റെ 3 മക്കൾ മനുക്കളായിട്ട് മാറി എന്നിവിടെ പറയുന്നു. ഉത്തമനും, താമസനും, രൈവതനും. നമ്മൾ ആ മന്വന്തരങ്ങൾ നോക്കുന്ന സമയത്ത് ആദ്യം സ്വയംഭുവ മന്വന്തരം, പിന്നീട് സ്വരോചിഷ മന്വന്തരം. ആ സ്വരോചിഷ മന്വന്തരത്തിൽ ഭരിച്ചത് സ്വരോചിഷൻ. അദ്ദേഹം അഗ്നിദേവന്റെ പുത്രനായിരുന്നു. രോചിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള അഗ്നിദേവന്റെ പുത്രനായിരുന്നു. 3ാമത്തെ മന്വന്തരമാണ് പ്രിയവ്രതന്റെ മകനായിട്ടുള്ള ഉത്തമൻ ഭരിച്ചത്. അത് ഉത്തമ മന്വന്തരം. 3ാമത്തെ മന്വന്തരം ഉത്തമ മന്വന്തരം. 4ാമത്തെ മന്വന്തരം ഭരിച്ചത് പ്രിയവ്രതന്റെ പുത്രനായിട്ടുള്ള താമസൻ. 4ാമത്തേത് താമസ മന്വന്തരം. 5ാമത്തേത് രൈവത മന്വന്തരം. രൈവതനും പ്രിയവ്രതന്റെ പുത്രനായിരുന്നു. ഇങ്ങനെ 3, 4, 5 മന്വന്തരങ്ങളാണ് പ്രിയവ്രതന്റെ മക്കളായിട്ടുള്ള ഉത്തമനും, താമസനും, രൈവതനും ഭരിച്ചിരുന്നത് എന്ന് പറയുന്നു. അപ്പോൾ അവരും 3 പേരും മനുക്കന്മാരായിട്ട് മാറി എന്ന് പറയുന്നു. പ്രിയവ്രതൻ ഒരു സാധാരണ ഭൗതികവാദിയെ പോലെ കാണപ്പെട്ടു ഭരിക്കുന്ന സമയത്ത് എന്നാണ് പറയുന്നത്. അദ്ദേഹം വർണ്ണാശ്രമ വ്യവസ്ഥ പൂർണ്ണമായിട്ടും പാലിച്ചു. അദ്ദേഹം വളരെ ശക്തനായിട്ടുള്ള ഒരു രാജാവായിരുന്നു. അദ്ദേഹത്തിന്റെ സാന്നിധ്യം കൊണ്ട് തന്നെ ജനങ്ങൾ എല്ലാവരും വർണ്ണാശ്രമ വ്യവസ്ഥ പാലിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് യുദ്ധം ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം അത്രയും ശക്തനായിട്ടുള്ള ഭരണാധികാരി ആയതുകൊണ്ട് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ എല്ലാവരും വർണ്ണാശ്രമ വ്യവസ്ഥ പാലിച്ച് ജീവിതം നയിച്ചു പോകുന്നു എന്ന് പറയും. അദ്ദേഹം വർണ്ണാശ്രമ വ്യവസ്ഥ അനുസരിച്ച് തന്നെ ജീവിച്ചു. കൊട്ടാരത്തിൽ അദ്ദേഹം ഒരു സാധാരണ ഭർത്താവിനെ പോലെ ജീവിച്ചു എന്നാണ് പറയുന്നത്. ബർഹിഷ്മതി അദ്ദേഹത്തിന് പ്രിയപ്പെട്ട പത്നിയായിട്ട് മാറി. അദ്ദേഹത്തിനെ എല്ലാവിധത്തിലും പ്രോത്സാഹിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്തു. ഒരു രാജാവായിട്ടിരിക്കുന്നതിന് അദ്ദേഹത്തിനെ എല്ലാവിധത്തിലും പ്രചോദിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. കാരണം അദ്ദേഹത്തിന് രാജാവായിട്ട് ഇരിക്കുന്നതിന് യാതൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ബർഹിഷ്മതിയുടെ ആ ഒരു പ്രേരണയാൽ, അവളുടെ പ്രചോദനത്താൽ അദ്ദേഹത്തിനും രാജാവായിട്ട് ഇരിക്കാനുള്ള ശക്തി ലഭിച്ചു, പ്രോത്സാഹനം ലഭിച്ചു എന്നാണ് പറയുന്നത്. ശിലപ്രഭാതർ വിശദീകരിക്കുന്നുണ്ട്, ബ്രാഹ്മണർക്കും സന്യാസിമാർക്കും ഒരു സ്ത്രീയുടെ പ്രചോദനമില്ലാതെ തന്നെ അവരുടെ വർണ്ണാശ്രമ വ്യവസ്ഥകളൊക്കെ പാലിക്കാം. പക്ഷെ ഒരു ഗൃഹസ്ഥനും ഒരു ക്ഷത്രിയനും ഒരു സ്ത്രീയുടെ പ്രചോദനം, അവരുടെ ആ ഒരു ശക്തി, പ്രേരണ ആവശ്യമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ബർഹിഷ്മതി അവരുടെ കടമ വളരെ നല്ല രീതിയിൽ നിർവഹിച്ചു.
പ്രിയവ്രത രാജാവിന് രാജ്യം ഭരിക്കാനുള്ള എല്ലാ ഉത്സാഹവും, എല്ലാ പ്രേരണയും, എല്ലാവിധ ശക്തിയും പ്രചോദനവും ബർഹിഷ്മതി അദ്ദേഹത്തിന് നൽകി എന്നാണ് പറയുന്നത്. അങ്ങനെ അദ്ദേഹം ഒരു രാജാവായിട്ട് രാജ്യം ഭരിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പ്രാചീന പരീക്ഷത്ത് പ്രിയവ്രത രാജാവ് വലിയൊരു കാര്യം ചെയ്തത്. അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു വലിയ പ്രവൃത്തിയാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. അദ്ദേഹം നോക്കുന്ന സമയത്ത് ഭൂമണ്ഡലത്തിന് ചുറ്റും സൂര്യൻ ചുറ്റിക്കറങ്ങുന്നുണ്ട്. അപ്പോൾ ചുറ്റിക്കറങ്ങുന്ന സമയത്ത് ഒരു ഭാഗത്ത് മാത്രമേ സൂര്യന്റെ പ്രകാശം എത്തുന്നുള്ളൂ. മറ്റുള്ള ഭാഗങ്ങളിലേക്ക് അതിന്റെ സൂര്യൻ സഞ്ചരിക്കുന്നതിന്റെ വിപരീത ദിശയിലുള്ള ഭൂമണ്ഡലത്തിലെ ഭാഗത്തൊന്നും സൂര്യപ്രകാശം എത്തിച്ചേരുന്നില്ല. ആ ഭാഗത്ത് ഇരുട്ടായിട്ട് അനുഭവപ്പെടും. അപ്പോൾ കലിയുഗമല്ല, എല്ലാവർക്കും കൂടുതൽ സമയം ഉണർന്ന് ഭഗവാന്റെ സേവനം ചെയ്യണം, ഭഗവാന്റെ ഭക്തി ചെയ്യണം എന്ന് താല്പര്യമാണ്. പക്ഷെ ഇരുട്ടുള്ള സമയത്ത് അവർക്ക് അതൊന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ജനങ്ങളുടെ താല്പര്യവും കൂടുതൽ പ്രകാശം വേണം, കൂടുതൽ പകൽ സമയം വേണം എന്ന ആഗ്രഹം ജനങ്ങൾക്കും ഉള്ളത് കൊണ്ട്, ജനങ്ങൾ കൂടുതൽ സാത്വിക ഗുണത്തിൽ ഇരിക്കാൻ താല്പര്യമുള്ളത് കൊണ്ട് ഇരുട്ടിലിരിക്കാൻ അവർക്ക് താല്പര്യമില്ല. കലിയുഗത്തിൽ അധികം ഇരുട്ടിലിരിക്കാൻ താല്പര്യമാണ്. ഉറങ്ങുന്നതാണ് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം കലിയുഗത്തിൽ. പക്ഷെ അവർക്ക് ഉണർന്നിരിക്കാൻ താല്പര്യമുള്ളത് കൊണ്ട് പ്രിയവ്രത മഹാരാജാവ് എന്ത് ചെയ്തു? അദ്ദേഹം ഒരു സൂര്യനെ പോലെ വികസിച്ചു. അദ്ദേഹം സ്വയം വിസ്തരിച്ചു. അദ്ദേഹത്തിന്റെ രഥത്തിൽ സൂര്യന് ചുറ്റി സഞ്ചരിച്ചു എന്നാണ് പറയുന്നത്. സൂര്യന്റെ വിപരീത ദിശയിൽ നിന്നുകൊണ്ട് സൂര്യന്റെ പുറകിലായിട്ട് അങ്ങനെ ഭൂമണ്ഡലത്തിന് ചുറ്റും അദ്ദേഹത്തിന്റെ രഥവും അദ്ദേഹവും സൂര്യനെ പോലെ ദ്വിതീയ ഇവ പതംഗ എന്ന ശ്ലോകത്തിൽ ഒരു രണ്ടാമത്തെ സൂര്യനെ പോലെ അദ്ദേഹം ഭൂമണ്ഡലത്തിന്റെ ചുറ്റി സഞ്ചരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു സാധാരണ വ്യക്തിയായിരുന്നില്ല. അദ്ദേഹം മനുപുത്രനാണ്. അസാധാരണമായിട്ടുള്ള കഴിവുകളുള്ള വ്യക്തിയാണ് അദ്ദേഹം. നാരദ മഹർഷിയുടെ പ്രത്യേകം അനുഗ്രഹം ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. അതുകൊണ്ട് സ്വയം വിസ്തരിച്ച് ഒരു സൂര്യനെ പോലെ അദ്ദേഹത്തിന്റെ വലിയ രഥത്തിൽ, ഒറ്റച്ചക്രമുള്ള ഒരു വലിയ രഥമാണ്, അങ്ങനെ സൂര്യന് ചുറ്റും സഞ്ചരിച്ചു. എവിടെയാണോ ഇരുട്ട് പരക്കുന്നത് അവിടെ അദ്ദേഹത്തിന്റെ പ്രകാശം കൊണ്ട് രണ്ടാമത്തെ ഒരു സൂര്യനെ പോലെ അദ്ദേഹവും പ്രകാശം പകർന്നു എന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ ഫലമായിട്ട് എന്താണ് സംഭവിച്ചത്? അദ്ദേഹം ആ രഥത്തിൽ ചുറ്റി സഞ്ചരിച്ചതിന്റെ ഫലമായിട്ട്, ഒറ്റച്ചക്രമുള്ള അദ്ദേഹത്തിന്റെ ആ രഥത്തിൽ ചുറ്റി സഞ്ചരിച്ചതിന്റെ ഫലമായിട്ട് അദ്ദേഹം ഭരിച്ചിരുന്ന ഭൂമണ്ഡലം മുഴുവൻ വലിയ ചാലുകളായിട്ട് വിഭജിച്ചു. അദ്ദേഹം സഞ്ചരിച്ചതിന്റെ ഫലമായിട്ട് അവിടെ 7 ചാലുകൾ രൂപപ്പെട്ടു എന്ന് പറയുന്നത്. ആ 7 ചാലുകൾ 7 സമുദ്രങ്ങളായിട്ട് മാറി. അതിന്റെ ചുറ്റുമുള്ള കരഭാഗം 7 ദ്വീപുകളായിട്ട് മാറി എന്ന് പറയും. ആ ദ്വീപുകളുടെ പേരുകൾ അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. ഇപ്പൊ ഭൂമണ്ഡലത്തിലെ 7 ദ്വീപുകൾ ഉണ്ടായത് പ്രിയവ്രത രാജാവിന്റെ ഭരണത്തിന് ശേഷമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ദ്വീപുകൾ ഏതൊക്കെയാണ്, ഭൂമണ്ഡലം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് അടുത്ത ശ്ലോകങ്ങളിൽ പറഞ്ഞു തരുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. അപ്പൊ നമുക്ക് നാമജപം തുടരാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ജപിച്ചോ. ജയ് ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ.